എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ എന്തിനാണ് ദൈവം നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചതെന്ന് പറയാം. ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ളതെന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലാണ് നോക്കുന്നത്. സമയത്തെ നിയന്ത്രിക്കാനുള്ള താല്പര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുള്ള സമയം ഉണ്ടായിരുന്നു. അവൻ അല്ലെങ്കിൽ അവൾ ഒരിക്കലും പാഴ് സമയമാണെന്നും ചിലവഴിച്ചിട്ടില്ല. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് നിലനിർത്തുന്നതാണ് ആ വ്യക്തി. നിങ്ങൾക്ക് പലപ്പോഴും അവരുടെ മുൻഗണനകളും സമയത്തോടുള്ള അതീവ ഗൗരവവും ആയ കാര്യങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അതൊരു സമ്മർദ്ദമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അവരുടെ സമയത്തിനെതിരെ പ്രവർത്തിച്ചത്. പക്ഷേ ചിട്ടയോടുകൂടി ജീവിതത്തെ കൊണ്ടുപോകുന്നൊരു വ്യക്തി, അമിതമായ സമയനിഷ്ഠ വ്യക്തി ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട്. ചട്ടങ്ങളും വാദങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളിലേക്ക്. പക്ഷെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്കൊരുപാട് ശക്തി നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ നന്മ നിങ്ങൾക്ക് ശക്തി നൽകിയിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയത്. ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ, ധാരാളം പ്രതിസന്ധികൾ, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തി അധികാരം സ്ഥാപിക്കുകയാണെന്ന് ആദ്യം നിങ്ങൾക്ക് തോന്നിയെങ്കിൽ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണെന്നുള്ള ബോധ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു. ആ വ്യക്തിയുടെ ഇഷ്ടം, സ്നേഹം അത് തീർച്ചയായിട്ടും വേണ്ടുവോളം നിങ്ങളുടെ ഇടയിലേക്ക് എത്തി. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തി. നിങ്ങളെ ആ വ്യക്തി ഒരുപാട് സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ വ്യക്തിയുടെ സ്നേഹപ്രകടനം പലപ്പോഴും നിങ്ങൾക്ക് അലോസരമായി. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഇഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച്. ആ വ്യക്തിക്കും അങ്ങനെ തന്നെ. ഒരുപക്ഷെ നിങ്ങളും അങ്ങോട്ട് അധികാരം സ്ഥാപിച്ചേക്കാം, ആ വ്യക്തിക്ക് അങ്ങനെ വെറുപ്പ് തോന്നിയേക്കാം. ഏതായാലും സമയത്തിൻ്റെ ആ ഒരു പ്രധാന സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി. എന്നാലും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് ആ വ്യക്തി അറിഞ്ഞ് നൽകിയതാണ്. രണ്ടാമത്തെ പൈലിലേക്ക് പോകാം. ഹെഡ്ഫോണാണ്. വ്യക്തിഗത അവകാശവും ദൂര സാധ്യതയുമാണ് ഇവിടെ പറയുന്നത്. അതായത് രഹസ്യങ്ങൾ സൂക്ഷിക്കുകയാണ്. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. പലതും നിങ്ങളോട് ആ വ്യക്തി പറയണമെന്നില്ല. ഒറ്റക്ക് തന്നെ ആസ്വദിക്കാനും ഒറ്റക്ക് തന്നെ തൻ്റെ ജീവിതം അനുഭവിക്കാനൊക്കെയാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി. ആ വ്യക്തി കുറേ സ്വാർത്ഥത ആയിട്ടുള്ള കാര്യങ്ങൾ, ആ വ്യക്തിയുടെ രഹസ്യങ്ങൾ ആ വ്യക്തി ഇങ്ങോട്ട് പറയുന്നില്ല. ഒരുപാട് തന്നിലേക്ക് ഒതുങ്ങാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. സന്തോഷവും ദുഃഖവും ഒക്കെ ഒറ്റയ്ക്കിരുന്ന് പങ്കുവെക്കാനും ആ വ്യക്തി ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നി. എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല, എൻ്റെ വിചാരങ്ങൾ കേൾക്കുന്നില്ല, ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്നോട് പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടായി. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അത്ര സ്വയം മതിപ്പുള്ള സ്വഭാവം അലോസരമായി, അത് അസംതൃപ്തിയായി. പക്ഷേ എങ്കിലും ആ വ്യക്തിയുടെ സാഹചര്യമാണ് ആ വ്യക്തിയെ അത്തരത്തിലാക്കിയത്. ആ വ്യക്തിയുടെ ആന്തരികമായി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് സ്നേഹമുണ്ടായി. നൽകുന്ന സ്നേഹം എങ്ങനെ നൽകണം എന്നറിയാത്തവരായിട്ട് മാറി. അതായത് സ്നേഹം എങ്ങനെ പകർന്നു നൽകണം എന്നറിയാത്ത രീതിയിൽ ആ വ്യക്തി പ്രതിസന്ധിയിലായിപ്പോയി. ആ വ്യക്തിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടായി. തൻ്റെ മനസ്സിലുള്ള സ്നേഹത്തെ ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അറിയാതെ പോയൊരു വ്യക്തിയുടെ ഒരവസ്ഥയാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങൾ ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുക്കുക. കാരണം ആ വ്യക്തി എല്ലാം നിങ്ങളെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചത് പലപ്പോഴും നിങ്ങൾക്കും ദുഃഖം ഉണ്ടാവണ്ട, ഉള്ള ബന്ധം നഷ്ടപ്പെടണ്ട. തന്നിലേക്ക് ഒതുങ്ങിപ്പോയ വ്യക്തി തൻ്റെ ദുഃഖവും തൻ്റെ പ്രതിസന്ധികളും ഇനി നിങ്ങളെ അറിയിച്ചിട്ടൊരു ഇത് വേണ്ട. പക്ഷെ നിങ്ങൾക്കവിടെ ആ വ്യക്തിയുടെ ആ ചിന്താഗതിയെ പൊളിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാം. ആ വ്യക്തി പറയുന്നില്ല എന്ന് കരുതി നിങ്ങൾ കേൾക്കാതിരിക്കേണ്ട, പറയാതിരിക്കേണ്ട. ഒന്ന് തുറന്ന് സംസാരിച്ചാൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ എല്ലാ വാതിലുകളും നിങ്ങൾക്ക് തുറന്നു തരും.
അങ്ങനെ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക തന്നെ ചെയ്യും. ഇഷ്ടമുണ്ട് രണ്ടുപേർക്കും പരസ്പരം ഒതുങ്ങുന്നുണ്ട് എന്ന് മാത്രം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.